ഹായ് ഗായ്സ്, ഗുഡ് ഈവനിങ്. വെൽക്കം ടു സിംപ്ലി ഫിൽമി. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, ഞാനിപ്പോൾ ഒരു സിനിമ കണ്ട്. പഴയ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ്റെ സിനിമയായിരുന്നു. പടത്തിൻ്റെ പേര് പ്രിൻസ് ആൻഡ് ഫാമിലി. ബിൻഡോ ബിൻഡോ സ്റ്റീഫൻ എന്ന് പറയുന്നൊരു കക്ഷിയുടെ ഡെബ്യൂ ഫിലിമായിട്ടാണ് വിക്കിപീഡിയ പറയുന്നത്. കൊള്ളാം, നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്. സിനിമ എഴുതിയേക്കുന്നത് ഷാരസ് മുഹമ്മദാണ്. നമ്മുടെ ജനഗണമനയൊക്കെ എഴുതിയ അതേ ഷാരസ് മുഹമ്മദ് തന്നെയാണ്. പ്ലീസ് നോട്ട്. എന്ത് പറ്റി പുള്ളിക്ക് ഈയിടെയായിട്ടൊന്നും മെനയാവുന്നില്ലല്ലോ. കഴിഞ്ഞ എസ്പെഷ്യലി എൻ്റെ പേഴ്സ്പെക്റ്റീവിലാട്ടോ, എൻ്റെ ഒരു കേസാട്ടോ പറയുന്നത്, എനിക്ക് ആളുടെ മലയാളി ഫാമിൻ്റെ വർക്കായിട്ടുണ്ടായില്ല. നിവിൻ പോളിയുടെ സ്ട്രോങ് ഒരു ഏരിയയാണ് ഹ്യൂമർ. ആ ഏരിയയിൽ വന്നിട്ടും ആ സിനിമയ്ക്ക് വർക്കായിരുന്നില്ല. അതൊക്കെ പോട്ടെ. നമ്മളിപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിനെ പറ്റി സംസാരിക്കാം. ഇതിൽ ദിലീപ് ഏട്ടനുണ്ട്, പിന്നെ ആരാണ്, നമ്മുടെ ബിന്ദു പണിക്കരുണ്ട്, സിദ്ദിഖുണ്ട്, ജോണി ആൻ്റണിയുണ്ട്. വയ്യ, പുള്ളിക്ക് തീരെ വയ്യ. പുള്ളിക്ക് എന്തിനാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? പുള്ളിയുടെ ക്യാരക്ടർ എന്തോ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നൊരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ചില ഡയലോഗൊക്കെ പുള്ളി ഒരുമാതിരി എനിക്ക് തീരെ വർക്കാവാത്തൊരു ക്യാരക്ടറായിരുന്നു. ഒരു പ്രധാന ക്യാരക്ടറായിട്ട് ധ്യാൻ ശ്രീനിവാസൻ സിനിമയിലുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പുള്ളി എല്ലായിടത്തിലുള്ള പോലെ തന്നെ കയറി ഇറങ്ങി പോയിട്ടുണ്ട്. പോസ്റ്ററിലെല്ലാത്തിലും പുള്ളിയുടെ പടം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഒരു കുറച്ച് സീനൊക്കെ കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ തെറ്റിദ്ധാരണയായിരുന്നു. പുള്ളി ഒരു 2-3 മാക്സിമം 3 സീൻ എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ലിസ്റ്റൻ സ്റ്റീഫൻ്റെ മാജിക് ഫ്രെയിംസ് ആണ്. പിന്നെന്താണ്, ടെക്നിക്കൽ വൈസ് ഈ സിനിമ എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും കൊള്ളായിരുന്നു. അത്യാവശ്യം ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു അത്യാവശ്യം കളർഫുള്ളായിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പടം പോയിട്ടുണ്ട്. റെനഡിവെ ആണ് സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്നത്. അമൽനീർ സ്കൂളാണെന്ന് തോന്നുന്നു കക്ഷി. കാരണം അമൽനീരത്തിന് എനിക്ക് തോന്നുന്നു CI ഒക്കെ വർക്ക് ചെയ്ത് ഇതേ കക്ഷി തന്നെയാണ്. പിന്നെ എഡിറ്റ് ചെയ്തേക്കുന്ന സാഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാഗർ ദാസ് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സാഗർ ദാസാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. സനൽ ദേവ് എന്ന് പറയുന്ന ആളുടെ മ്യൂസിക്കാണ്. മ്യൂസിക് ഐ തോട്ട് ഐ ഫൗണ്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, കൊള്ളായിരുന്നു. ചില സീനുകളിലൊക്കെ BGM അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഒരു സോങ് ഉദിത് നാരായൺ പാടിയിട്ടുണ്ട്. അത് വിൻറ്റേജാണ് എന്ന് വെച്ചാൽ നമുക്ക് നൊസ്റ്റാൾജിയാണ്. ദിലീപിൻ്റെ പഴയ എല്ലാ പടങ്ങളിലും ഉദിത് നാരായണൻ സാറിൻ്റെ ഒരു പാട്ടുണ്ട്. നമ്മുടെ പഴയ പാട്ടൊക്കെ ഇല്ല, നമ്മുടെ ഏതായിരുന്നു, ഗന്ധർവൻ്റെ ആ മൂടാണ്. പിന്നെ പറയുകയാണെങ്കിൽ സിനിമയിൽ എടുത്തു പറയാനായിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്. അത് ചെയ്തേക്കുന്ന റാണിയോ സംതിങ് അങ്ങനെ എന്തോ ആണ് പേര് കണ്ടത്. ആ ക്യാരക്ടർ ആക്ച്വലി ഒരു പടത്തിൻ്റെ ഒരു മിഡ് പോർഷനിലേക്കാണ് എൻ്റർ ആവത്തുള്ളൂ. ക്യാരക്ടർ വന്നത് പിന്നെ അത് അങ്ങനത്തെ ഒരു വെറുപ്പി ക്യാരക്ടറാണ്. അത് നല്ലപോലെ വെറുപ്പിച്ച് അത് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ക്യാരക്ടർ പക്കയായിട്ട് അടിപൊളിയായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട്. അതായത് ആ ക്യാരക്ടറിന് നമുക്ക് എന്തോരം വെറുപ്പ് തോന്നുന്നു എന്ന് പറയുന്ന അത് അഭിനയിച്ച ആളുടെ ഒരു ടാലൻ്റാണ്. അയാൾക്ക് കൊടുത്തേക്കുന്ന ഇൻപുട്ടും അങ്ങനെ ആയിരിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പഴയ വിൻറ്റേജ് ദിലീപ് സാധനങ്ങൾ പുള്ളി പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി ഐ ഫൗണ്ട് ഇറ്റ്സ് റിയലി ബാഡ്. എന്നുവെച്ചാൽ പുള്ളി വെറുതെ പുള്ളീനെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളിക്ക് നല്ല പുതിയ എന്ന് വെച്ചാൽ ചില സീനുകളൊക്കെ കാലഹരണപ്പെട്ട ചില കോമഡികൾ, കോട്ടുവ പോട്ടെ, കൂർക്കം വലിക്ക് കോമഡി, അങ്ങനത്തെ ടൈപ്പ് ചില കോമഡികളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നില്ല, അതൊക്കെ ഈ ഒരു കാലത്ത് ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിയേറ്ററിലും പ്രത്യേകിച്ച് റെസ്പോൺസൊന്നും ഇല്ലായിരുന്നു ഈ സീനുകൾക്ക്. ഞാൻ സിനിപോളിസിലാണ് കണ്ടത്, കൊച്ചിയിൽ. എനിക്കതത്ര സുഖമായില്ല, എനിക്ക് വർക്കായിട്ടില്ല ബേസിക്കലി. പിന്നെ ഇതിൽ മെയിൻ ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ലേ, ഒരു മെയിൻ ക്യാരക്ടറിന് ഒരു ബിൽഡപ്പൊക്കെ ഉണ്ട്. അയ്യോ, ഭയങ്കരമായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടറിന് പറ്റിയൊരു ബിൽഡപ്പ് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഭയങ്കര കാര്യമായിട്ടൊരു ബിൽഡപ്പ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ സിനിമയിൽ നമ്മൾ അഭിനയിച്ചേക്കുന്ന ആക്ടറിൻ്റെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ടൈറ്റിൽ കാർഡ് കാണിച്ചേക്കുന്നത് ആക്ച്വലി നല്ലതായിരുന്നു. ദിലീപിൻ്റെ ഒരു ഇമോഷണൽ കൈൻഡ് ഓഫ് ഒരു ടൈറ്റിൽ കാർഡാണ് കാണിച്ചത്. ആൻഡ് അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. കാരണം
ആഫ്റ്റർ ഓൾ പുള്ളി നമ്മുടെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡ് കളർഫുള്ളാക്കിയ മനുഷ്യനാണ്. പുള്ളിയുടെ സിനിമകൾ തന്നെയാണ് നമ്മൾ വളർന്നത്. അതൊക്കെ ഇങ്ങനെ ഒന്നുകൂടെ അതിങ്ങനെ ആ പാട്ടിൻ്റെ BGMനോട് കൂടെ അതിങ്ങനെ സ്ക്രീനിൽ കണ്ടത് ഭയങ്കര ഫീലായിരുന്നു. ആ സീൻ ആക്ച്വലി ഈ പടത്തിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ ടൈറ്റിൽ സീൻ, ആ സീൻ ക്രിയേറ്റ് ചെയ്ത ഇമ്പാക്റ്റ് ആ ഒരു ഫീല് പിന്നെ പടത്തിൽ അങ്ങനെ ഉടനീളം കിട്ടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ അത് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പറയുകയാണെങ്കിൽ ഒരു എന്തൊക്കെയോ പറയാൻ വേണ്ടി ട്രൈ ചെയ്ത് എങ്ങും എത്താണ്ടായിപ്പോയി. അവസാനം എങ്ങനെയൊക്കെയോ തീർത്തൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ക്ലൈമാക്സിലൂടെയൊക്കെ വരുമ്പോൾ നമുക്കൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളെയും സിനിമ നാണമില്ലാതെ ന്യായീകരിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര മോശമായിട്ടാണ് തോന്നിയത്. ഒരു ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടർ ഒരു കാര്യം ചെയ്തപ്പം അതൊരു തരത്തിൽ പോലും ന്യായീകരിക്കാൻ പറ്റാത്തതും അതിനെ ന്യായീകരിക്കുന്നത് വഴി വേറൊരു ക്യാരക്ടർ ഒരു ആളവിടെ ഫ്രെയിം ചെയ്യപ്പെടുകയാണ്. ആ പുള്ളി മേ ബി ഒരു ടോക്സിക് ഗായ് ആയിരിക്കാം, ബട്ട് സ്റ്റിൽ ആ ക്യാരക്ടർ അവിടെ ഫ്രെയിം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെ സ്നേഹത്തിൻ്റെ ഒരു മറ വെച്ചിട്ട് അവിടെ എന്താ പറയുക, അങ്ങ് നൈസിൽ ഷുഗർ കോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ്സ് റിയലി എനിക്കത് തീരെ വർക്കായിട്ടില്ല. എനിക്കത് ഭയങ്കര മോശമായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഒരു സിനിമ എനിക്ക് ഒരു തരത്തിലും ഇമോഷണലി കണക്ഷൻ കിട്ടാത്ത ഒരു പടമായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്കൊരു സീനിൽ പോലും എനിക്കൊരു ഓക്കെ കൊള്ളാം എന്നുള്ളൊരു സാധനം കിട്ടിയിട്ടില്ല. പെർഫോമൻസ് വൈസ് ദിലീപ് ചില സീനുകളിലൊക്കെ, മഞ്ജുപ്പള്ളിയായിട്ട് 1-2 സീനുകളുണ്ട്, ആ സീനിലൊക്കെ ദിലീപ് അടിപൊളിയായിരുന്നു. പിന്നെ ചില ഇമോഷണൽ സീനുകളിലൊക്കെ ദിലീപ് കിഡുമായിട്ട് പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിലാണെന്ന് തോന്നുന്നു. ക്ലൈമാക്സ് എനിക്ക് ഒരു തരത്തിലും വർക്കാവാത്ത ക്ലൈമാക്സാണ്. പക്ഷേ അതിൽ നായികയുടെ അടുത്ത് ദിലീപ് കണ്ണൊക്കെ നിറഞ്ഞ് പറയുന്ന സീനുകളിലൊക്കെ ഓക്കെ, നമുക്ക് പെർഫോമൻസ് വൈസ് പുള്ളി നൈസായിരുന്നു അങ്ങനത്തെ ചില സീനുകളിൽ. പിന്നെ പഴയ കോമഡി പരിപാടി ചെയ്യുന്ന സമയത്ത് ഒരു കാര്യമില്ല, വെറുതെ ഇങ്ങനെ പഴയ പുള്ളിയെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന മാതിരി ഫീൽ ചെയ്തു. അതെനിക്ക് ഇഷ്ടമായില്ല. അങ്ങനെ പിന്നെ ഞാനീ പറയുന്ന സ്ട്രിക്ട്ലി എൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്. സിനിമ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. മേ ബി കുറേ ആൾക്കാർക്ക് ആ സിനിമ ഇഷ്ടപ്പെടുമായിരിക്കും, ബട്ട് എനിക്കത് തീരെ വർക്കായിട്ടില്ല. എനിക്കൊരു ഇമോഷൻസ് ആണെങ്കിലും ഹ്യൂമറാണെങ്കിലും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാത്തൊരു പടമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ബിന്ദു പണിക്കർ ചില സീനുകളിലൊക്കെ അടിപൊളിയായിരുന്നു. ബിക്കോസ് ബിന്ദു പണിക്കർ ആക്ടിങ് കാലിബറിനെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ മറ്റേ റൊഷാക്കിൽ വരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആളുടെ ഒരു പെർഫോമൻസ് റേഞ്ച്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ചില സീനുകളിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ ചില സീനുകളിൽ എനിക്ക് തോന്നുന്നില്ല അത്ര അടിപൊളിയാവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം വെറുതെ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നു. അത് എന്തിനങ്ങനെ ചെയ്യിപ്പിക്കുന്നു എന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. വെറുതെ എന്തൊക്കെയോ ടിക്ടോക്ക് സാധനങ്ങൾ മാതിരിയൊക്കെ എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു. അതിന് പറയുന്ന ഒരു ന്യായീകരണമൊക്കെ ഉണ്ട്. എനിക്കതൊന്നും തീരെ വർക്കായില്ല. അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് മൊമെൻറ്റ്സ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തോന്നി. വേറെ എനിക്കൊന്നും ഫീൽ ചെയ്യാത്തൊരു പടമാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി. ആൻഡ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. ഹെൽത്തിയർ ആയിട്ടുള്ള ഡിസ്കഷൻസ് നമുക്ക് അവിടെ ഉണ്ടാവും. ഓക്കെ ദെൻ ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഈ ചാനലിൽ പിന്നെ കാണാം. അതുവരെ ബൈ.